കൊല്ലം സുധിയെ അറിയാത്ത മലയാളികൾ ചുരുക്കമാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ജീവനോടില്ല, മരിച്ചുപോയി. പക്ഷേ ജീവനോട് ഉള്ളതിനേക്കാളും അധികം മലയാളികൾ കൊല്ലം സുധിയെ തിരക്കി ഗൂഗിളിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബിലും ഒക്കെ ഒരുപാട് പോയിരുന്നു. കാരണം അത്രയേറെ ഒരു അപകടം മലയാളികൾ ഏറെ വിഷമത്തോടെയാണ് ഏറ്റെടുത്തത്. കൊല്ലം സുധി ഒരു കോമഡി താരമാണ്, എല്ലാവർക്കും അറിയാം. പല ഷോകളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ട്രൂപ്പ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫ്ലവേഴ്സിന്റെ ഒക്കെ കോമഡി റിയാലിറ്റി ഷോകളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിലുള്ള കുറെ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിലുള്ളതിനേക്കാളും അദ്ദേഹത്തിന്റെ ജീവിതം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നതും അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. കാരണം അദ്ദേഹത്തിന്റെ മരണം വലിയൊരു ആഘാതമായിരുന്നു മലയാളികൾക്ക്. കാരണം ഫ്ലവേഴ്സിന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കുകയും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തത്. അദ്ദേഹത്തിന് 2 മക്കളാണ് ഉള്ളത്. ആദ്യത്തെ മകൻ ആദ്യം അദ്ദേഹം വിവാഹം കഴിക്കുകയും ആ മകനെ ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് ആദ്യ ഭാര്യ പോവുകയും പിന്നീട് ആ കൈക്കുഞ്ഞിനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തുടർന്നു കൊണ്ടുപോവുകയാണ്. ഈ കുഞ്ഞിനെയും വെച്ചുകൊണ്ടാണ് പല ഷോകളിലും അദ്ദേഹം വന്നിരുന്നത്. ആ കുഞ്ഞിനെ മാറോട് പിടിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന് മുൻപോട്ടുള്ള മാർഗമായി അദ്ദേഹം തേടി. പിന്നെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു നിർദ്ദേശപ്രകാരം രേണു എന്ന പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിക്കുമായിരുന്നു. അതിലും അവർക്കൊരു കുട്ടി ഉണ്ടായി. ഏതായാലും ആദ്യത്തെ മകനെയും രേണു വലിയ സ്നേഹത്തോടെ സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്തു. നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ തുടർന്നു പോകുന്നതിന്റെ ഇടയിലാണ് സുധിക്ക് ഈ ഒരു അപകടം സംഭവിച്ചത്. അത് ആ കുടുംബത്തിനെ വല്ലാതെ തളർത്തി. കാരണം നമുക്കറിയാം, റിയാലിറ്റി ഷോയിൽ നിന്നും ഒക്കെ വരുന്ന ചെറിയ തുച്ഛമായ വരുമാനമാണ്. അതുകൊണ്ടാണ് ആ കുടുംബം മുമ്പോട്ട് പോയിരുന്നത്. അവർക്ക് വീടില്ല, വീട് വെക്കണമെന്നുള്ള ഒരു ആഗ്രഹം സുധിയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ഇല്ലാതായിക്കൊണ്ട് സുധി ഒന്നും വളർന്നു വരുന്ന ഒരു പീക്ക് സ്റ്റേജിലോട്ട് എത്തി വരുന്ന ഒരു സമയത്താണ് ഈ ഒരു അപകടം ആ കുടുംബത്തെ തളർത്തിയത്. ഏതായാലും പിന്നീട് മരണശേഷം ആ കുടുംബത്തിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ സുധിയുടെ ജീവിതത്തിലേക്ക് മലയാളികൾ ഉൾപ്പെടെ ഇറങ്ങിച്ചെല്ലുകയും എല്ലാവരും ഒരു കൈ താങ്ങായിട്ട് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുമായിരുന്നു. രേണുവിനോടൊപ്പം തന്നെ മലയാളികൾ നിന്നു. മാത്രമല്ല ഫ്ലവേഴ്സ് SKN ഉൾപ്പെടെയുള്ള വീട് വെക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആദ്യമൊക്കെ വലിയ സിമ്പതിയോടെയാണ് ആൾക്കാർ കണ്ടിരുന്നത്. പിന്നീട് പലപ്പോഴായി രേണു ഈ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം അല്ലെങ്കിൽ രേണുവിന്റെ ഡ്രസ്സിംഗ് രീതി ഒക്കെ പലപ്പോഴും വിമർശനങ്ങളിലേക്ക് തിരികെയായിരുന്നു. അത് അപ്പോഴും രേണു വലിയ ബോൾഡായിട്ട് തന്നെ അതിന് മറുപടി നൽകിയിരുന്നു. കാരണം ഒരു വിധവയ്ക്ക് എന്താ ഒരുങ്ങി നടന്നുകൂടെ, അല്ലെങ്കിൽ ഒരു വിധവ എന്താ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്ത എന്താ പ്രശ്നം, അല്ലെങ്കിൽ എനിക്ക് എന്താ ഒരുങ്ങി നടന്നുകൂടെ എന്നും ഒരു വിധവാവേഷം കെട്ടിയാണോ നടക്കേണ്ടത്, വെള്ള വസ്ത്രമൊക്കെ നടന്ന നിങ്ങൾക്ക് അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ നടന്നാൽ നിങ്ങൾ എനിക്ക് ചെലവിന് തരൂ എന്നൊക്കെ രീതിയിൽ പലപ്പോഴും രേണു അതിൽ വിമർശിച്ചിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഞാനും അതിനൊക്കെ രേണുവിനോടൊപ്പം നിൽക്കുന്നു. കാരണം ഒരു ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീ അങ്ങനെ ചുരുങ്ങി ഒതുങ്ങി ഒരിടത്ത് നിൽക്കണമെന്നൊന്നുമില്ല. അവളുടേതായ സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഈ ഭൂമിയിൽ ജീവിക്കണം. വീണ്ടും ഒരു വിവാഹം തന്നെ കഴിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാനെന്നല്ല, എല്ലാവരും മനുഷ്യത്വമുള്ള ഏതൊരു വ്യക്തിയായാലും പറയത്തുള്ളൂ. ഇടയ്ക്ക് രേണു വിവാഹത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിവാഹം കഴിക്കുമെന്ന് തന്നെ രേണു ബോൾഡായിട്ട് പറഞ്ഞു. പക്ഷെ പിന്നീട് അവർ പറഞ്ഞു, ഇല്ല, എനിക്ക് സുധിച്ചേട്ടൻ അല്ലാണ്ട് മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടതെന്നേ, അതുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ വിവാഹം കഴിക്കും. അതിനെന്താണ്, ഇവരൊന്നും അല്ലല്ലോ എനിക്കിപ്പോൾ ചെലവിന് തരുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ വിമർശനങ്ങൾ വന്നു. പിന്നെ രേണുവിനെ നമ്മൾ കാണുന്നത് ഒരു ചാന്തുപൊട്ട് എന്ന ദിലീപിന്റെ സിനിമയിൽ ഒരു പാട്ടിന്റെ രംഗം, രേണുവിന്റെ കൂടെ മറ്റൊരാളും കൂടെ ചേർന്ന് അഭിനയിച്ച രംഗങ്ങൾ കുറച്ച് വൾഗറായി പോയി എന്നുള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ ചർച്ചയായിരുന്നു ഏറ്റെടുത്തത്. ഏതാണ്ടും ആ ഒരു റീല് മില്യൺസ് കഴിഞ്ഞടിച്ചു പോയി. പക്ഷെ അതിൽ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് ഉണ്ടായത്. കാരണം സുധിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് രേണുവിനെ അത്തരത്തിൽ കാണാൻ പറ്റില്ല. സുധിയെ സ്നേഹിക്കുന്ന ഒരു മലയാളിയാണെന്നുണ്ടെങ്കിൽ രേണു ഇത്തരത്തിൽ വേഷം ഒരു ന്യൂഡ് വേഷം എന്ന് പറയാൻ പറ്റും, കുറച്ച് ഹാഫ് ആയിട്ടുള്ള കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള വേഷം തന്നെയായിരുന്നു അതിനകത്ത്. കുറച്ച് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുക എന്നൊക്കെ പറയും, ഇഴുകിച്ചേർന്ന് അഭിനയിക്കുക എന്നൊക്കെ പറയും. അത്തരത്തിലാണ് അവർ രണ്ടുപേരും അഭിനയിച്ചത്. അതെന്തായാലും മലയാളികൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ രേണു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് ചെലവിന് ഇപ്പൊ എനിക്കൊരു വീട് കിട്ടി, അതെന്റെ മക്കളുടെ പേര്, അതിനും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ രേണുവിന് കിട്ടിയ ഈ വീട് രേണുവിന്റെ പേരിലാണ്, ആ മൂത്ത കുട്ടിയുടെ അവസ്ഥ എന്താവും എന്നൊക്കെ ചോദിച്ചു. അപ്പൊ രേണു അതിന് മറുപടി പറഞ്ഞു, എനിക്ക് കിട്ടിയ വീട് എന്റെ അല്ല, അത് എന്റെ കുട്ടികളുടെ 2 പേരുടെയും കൂടെ പേരിലാണ് കിടക്കുന്നത്, എനിക്കായിട്ടൊന്നുമില്ല, അത് ആ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് എന്നുള്ളത് രേണു വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ ആ വിവാദം അങ്ങ് ഒഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു പാട്ടിന്റെ വിവാദങ്ങളൊക്കെ വന്നത്. അപ്പോഴും രേണു പറഞ്ഞു, എനിക്ക് പൈസ വേണം, എപ്പോഴും എനിക്ക് മറ്റൊരാൾ എന്നെ സഹായിക്കൂ ഇല്ല,
ലക്ഷ്മി നക്ഷത്ര ഉൾപ്പെടെയുള്ളവരെ ഇടയ്ക്കിടയ്ക്ക് രേണുവിനെ കാണാൻ പോവുകയൊക്കെ ചെയ്യും. അതും ആൾക്കാർ അതിന് വിവാദം ഒരുക്കിയിരുന്നു. ലക്ഷ്മി നക്ഷത്ര രേണുവിനെ കാണാൻ തന്നെ പോകുന്ന അവരുടെ വീഡിയോക്കൊക്കെ റീച്ച് കിട്ടാനും അവർ കാശൊപ്പിക്കാനും വേണ്ടിയിട്ടാണെന്നുള്ള ഏതായാലും ഇങ്ങനെ വിമർശനങ്ങളാണ്. കൊല്ലം സുധി മരിച്ചതിന് ശേഷം ആ കുടുംബത്തിന് മുഴുവനും ഒരു വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെയാണ്. രണ്ട് തരത്തിലുള്ള ആൾക്കാർ പല രീതിയിലാണ് രേണുവിനെ വിമർശിച്ചിരുന്നത്. ഏതായാലും എത്തി നിന്നത് ചാന്തുപൊട്ടിലാണ്. ചാന്തുപൊട്ടിൽ ഇങ്ങനെ അഭിനയിച്ചു എന്നുള്ള രീതിയിൽ വലിയ വിമർശനങ്ങൾ വന്നു. അപ്പം അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിനയിക്കുമ്പോഴായിരിക്കും എനിക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പൈസയൊക്കെ കിട്ടുന്നത്, എനിക്ക് ജീവിക്കണ്ടേ, എൻ്റെ കുട്ടികൾക്ക് വീടുണ്ട് എന്ന് കരുതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കണ്ടേ എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ അടുത്തൊരു വീഡിയോയിൽ അഭിനയിച്ചു. ഇപ്പൊ മറ്റൊരു വിവാദമായിട്ട് വന്ന് നിൽക്കുന്നത് സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ രേണുവിനെ വിമർശിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഈ ഒരു വിഷുവിന് രേണു ഒരു 2 ഫോട്ടോഷൂട്ട് ചെയ്ത് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അതില് കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അത് ഇച്ചിരി കയറിപ്പോയി, അത് എനിക്കും തോന്നി. കാരണം അത്തരത്തിൽ ഒരു വിഷു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സംസ്കാരം, നമ്മുടെ ഒരു പൈതൃകത്തെയും ചരിത്രത്തെയൊക്കെ വിളിച്ചോതുന്ന ഒരു ആചാരം, എന്താ പറയുന്നത്, ഒരു ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ മലയാളികൾ അല്ലെ കേരളത്തിന്റെ വസ്ത്രധാരണം എന്ന് പറയുന്നത് സാരി, അത് സെറ്റ് സാരിയാണ് കൂടുതലും. സെറ്റ് സാരി അത് മാന്യമായിട്ട് ഉടുക്കുന്നവരുണ്ട്, എക്സ്പോസ് ചെയ്ത് ഉടുക്കുന്നവരുണ്ട്. കുറച്ചൊക്കെ എക്സ്പോസ് ചെയ്ത് ഉടുത്താലും സാരമില്ല എന്ന് ഉള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ചിലവർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് വരത്തില്ല. അതേപോലെ തന്നെ ആണുങ്ങൾ ധരിക്കുന്ന കേരള വസ്ത്രങ്ങളും മുണ്ടും ഷർട്ടുമാണ്. അപ്പൊ വിഷു എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, സെറ്റ് സാരിയൊക്കെ കൊടുത്ത് റീലുകളൊക്കെ എടുത്ത് എല്ലാവരും ഓരോരുടെ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ഇടും. പക്ഷെ രേണു ഇപ്പൊ ഇച്ചിരി അതിലും കുറച്ചുകൂടി അധികമായിട്ട് കടന്നു എന്ന് എനിക്കും തോന്നി. സാധാരണ എക്സ്പോസ് ചെയ്തൊക്കെ ഓരോ പെൺകുട്ടികളൊക്കെ ഇടാറുണ്ട്. രേണു അതുക്കും മേലെ അതിലും അധികം ചിന്തിച്ച് പ്രവർത്തിച്ചു എന്ന് തന്നെ ഞാൻ പറയാം. അതിന് ഇപ്പൊ സ്വപ്ന സുരേഷ് ആണ് ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്. രേണുവിന്റെ വിഷു സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വിമർശനം സ്വപ്നയുടെ ഭാഗം. സ്വപ്ന സുരേഷിനെ എല്ലാവർക്കും അറിയാലോ, സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിയാണ്. വിധവയായ ഒരേ ഒരു സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കുകയെന്നുമാണ് സ്വപ്ന സുരേഷ് കുറിച്ചിരിക്കുന്നത്. ഇതാണോ 2025 പുതിയ വിഷു? ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു, എന്റെ പൊക്കിൾ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന്. കഷ്ടം, വിധവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ മണ്ടത്തരം നിങ്ങൾ വിൽക്കരുത്. ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയാണ് സ്വപ്ന സുരേഷ് കുറിച്ചിരിക്കുന്നത്. അപ്പം തിരിച്ച് മറുപടിയായിട്ട് പല ആൾക്കാരും അതിനകത്ത് വരുന്നുണ്ട്. സ്വപ്നയുടെ വാക്കുകൾ ഇതിനധികം ഒരുപാട് ചർച്ചകൾക്കൊക്കെ വഴിതെളിച്ചു. അന്യരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള ആർക്കും അവകാശമില്ലെന്നും സ്വപ്ന നാടിന് നല്ല പേര് സമ്പാദിച്ചു കൊടുത്ത ആളല്ലെന്നും മനസ്സിലാക്കണമെന്നുള്ള കമന്റുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം സ്വപ്ന സുരേഷിന്റെ വസ്ത്രധാരണമൊക്കെ നമുക്കറിയാം, ഒരു മാന്യമായിട്ടുള്ള വസ്ത്രധാരണമൊക്കെയാണ് ധരിക്കുന്നത്. പക്ഷെ അവര് ഈ പറയുന്ന നാടിന് വേണ്ടി ഒന്നും ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. വിവാദങ്ങളിൽ മേൽ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറുഭാഗത്ത് രേണു നമ്മുടെ സംസ്കാരത്തെ ഒന്ന് മാനിക്കണം എന്നുള്ളത് അവർ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. വിധവയൊക്കെ തന്നെയാ, വിധവയ്ക്ക് ഇങ്ങനെ പൊതിഞ്ഞു മൂടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കുറെയൊക്കെ അവരുടേതായ രീതിയിലൊക്കെ അവർക്ക് എക്സ്പോസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനി ഈ പറയുന്ന ഡ്രസ്സിങ്ങും മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് എക്സ്പോസ് ചെയ്താലും എൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അതൊന്നും കുഴപ്പമൊന്നുമുള്ള കാര്യം. അത് അവരുടെ ഇപ്പൊ എത്രയോ നടിമാര് അവരെയൊക്കെ എടുത്തോണ്ട് നടക്കുന്നില്ലേ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർ നടക്കുന്നില്ലേ. ഇപ്പൊ നടിമാര് മറ്റേ പറഞ്ഞോണം സ്വിമ്മിങ് ഡ്രസ്സിൽ ഉൾപ്പെടെ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ, അതൊക്കെ അവര് നല്ലത് എന്ന് പറയും. പക്ഷെ എല്ലാത്തിനും ഒരു മാന്യത, അല്ലെങ്കിൽ നമ്മളിപ്പോ വിഷു എന്ന് പറയുമ്പോൾ അത് ആ ഒരു സംസ്കാരമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് എക്സ്പോസ്ഡ് ആയാലും കുഴപ്പമില്ല. എന്നാൽ ഒട്ടും ഇതില്ലാത്ത ഡ്രസ്സുകൾ ധരിക്കുന്നത് അത്ര ശരിയല്ല. അത് നമ്മുടെ സംസ്കാരത്തെ എത്രയോ ആൾക്കാരാണ് ഇതൊക്കെ നോക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്കാരത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നല്ലൊരു വ്യക്തിയാണ് തന്നെയാണ് രേണു സുധി. കാരണം അത്രയും ഫോളോവേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അന്യ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, അന്യ രാജ്യങ്ങളിൽ
വേണമെങ്കിൽ അവരുടെയൊക്കെ നല്ല ഫോട്ടോഷൂട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ വിഷു എന്താണ് അല്ലെങ്കിൽ കേരള സംസ്കാരം എന്താണെന്ന് എത്തിക്കാൻ പറ്റുന്ന നല്ലൊരു മോഡൽ തന്നെ രേണു ആവട്ടെ. പക്ഷെ അതിനൊക്കെ ഒരു പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വിമർശകർക്ക് എന്നാൽ സ്വന്തം ജീവിതം കൊണ്ട് മറുപടി കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ രേണുവിന് സാധിക്കട്ടെ. അതുപോലെ തന്നെ സ്വപ്ന സുരേഷും ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ തന്നിലേക്ക് ചൂണ്ടും എന്നുള്ളതും ഒന്ന് ഓർക്കുക. ചിലപ്പോൾ ഈ കാര്യത്തില് വസ്ത്രധാരണത്തിലെ സ്വപ്ന സുരേഷ് വലിയ മാന്യ ആയിരിക്കാം, പക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ സ്വന്തമായിട്ട് ഒന്ന് വിലയിരുത്തിയിട്ട് മറുപടികളും വിമർശനങ്ങളും കൊടുക്കുന്നത് നന്നായിരിക്കും.